പണമെറിഞ്ഞ് പണം വാരും. മഹാകുംഭമേളയിൽ ലാഭം 2 ലക്ഷം കോടി. ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ ജനലക്ഷങ്ങളുടെ കുത്തൊഴുക്കാണ് കണ്ടുവരുന്നത്. ദിവസേന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനൊപ്പം ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞു പോകരുതെന്നതിനാൽ ഓരോ ദിവസവും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് യോഗി സർക്കാർ. കോടികൾ ചെലവാക്കി നടക്കുന്ന മഹാകുംഭമേള കഴിയുമ്പോൾ UP സർക്കാരിലേക്ക് എത്തുന്ന വരുമാനത്തിന്റെ കണക്കു കേട്ടാൽ ഏവരും ഞെട്ടും. അതും കേവലം 1.5 മാസം കൊണ്ട്. പ്രാഥമിക കണക്കുകൾ പ്രകാരം മഹാകുംഭമേളയിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിന് 2 ലക്ഷം കോടിയിലേറെ രൂപയുടെ വരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ബിസിനസ് സ്ഥാപനമായ CAT പുറത്തുവിട്ട ഡാറ്റകൾ പ്രകാരം മഹാകുംഭമേളയിലൂടെ ലക്ഷക്കണക്കിന് കോടിയുടെ വരുമാനമാണ് ഉത്തർപ്രദേശിനുണ്ടാകുന്നത്. ലോകത്തെമ്പാടുമുള്ള നിരവധി ബഹുരാഷ്ട്ര കമ്പനികളും മഹാകുംഭമേള വിപണി ലക്ഷ്യമാക്കി ഉത്തർപ്രദേശിൽ എത്തിയിട്ടുണ്ട്. എക്സിബിഷൻ സ്റ്റാളുകൾ മുതൽ തീർത്ഥാടകർക്കുള്ള വിശ്രമ ക്യാമ്പുകൾ വരെയായി നീണ്ടുകിടക്കുന്ന വിപണിയാണ് മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലുള്ളത്. ഡെറ്റോൾ, ഡാബർ, പെപ്സിക്കോ, കൊക്കക്കോള തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളും ITC, റിലയൻസ് തുടങ്ങി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ശിവരാശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തോടൊപ്പം ഇവർ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ലഘുഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട്. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനുമുള്ള അവസരമായാണ് പല കമ്പനികളും മഹാകുംഭമേളയെ കണക്കാക്കുന്നത്. ഈ വർഷം 45 കോടിയിലധികം പേർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഡൽഹിയിൽ നിന്നും പ്രയാഗ്രാജിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗിൽ 162% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ 7 കോടിയിലധികം ഭക്തർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. പ്രയാഗ്രാജിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഹോട്ടൽ ടൂറിസം വ്യവസായങ്ങൾ തുടങ്ങി ഭക്ഷ്യവസ്തുക്കൾ, കമ്പിളി വസ്ത്രങ്ങൾ, പുതപ്പുകൾ, മെത്തകൾ കൂടാതെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും 30 മുതൽ 40% വരെ വർദ്ധിച്ചു. ഉത്തർപ്രദേശിലെ ഹോട്ടൽ വ്യവസായങ്ങളും ചില്ലറ വ്യാപാരവും തുണി വ്യവസായവുമെല്ലാം ഇരട്ടിയിലധികം വർധനവ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ ഇതുവരെ ഒരു കുംഭമേളയിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളും വികസനങ്ങളുമാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളതെന്നാണ് ഉത്തർപ്രദേശിലെ വ്യാപാരികളുടെ സംഘടന വിശേഷിപ്പിക്കുന്നത്. മൗനി അമാവാസി ദിനത്തിൽ എല്ലാ മേഖലയിലും കൂടുതൽ വിൽപ്പന ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. ഈ കാരണങ്ങളാൽ തന്നെ മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് ലക്ഷക്കണക്കിന് കോടികളുടെ വരുമാനം ഉണ്ടാക്കി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.